സിനിമ ചെയ്യുമ്പോൾ ധ്യാൻ ഒരു മുഖ്യ കഥാപാത്രം കൊടുക്കാൻ എല്ലാം ആലോചിച്ചുള്ളൂ. ഡയറക്റ്റ് ചെയ്യുമ്പോഴോ? അല്ല, ബേസിൽ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതന്നെ നല്ല ക്യാരക്ടർ, ധ്യാനിന് പറ്റിയ ക്യാരക്ടർ ആണെങ്കിൽ പിന്നെന്താ അതിനിപ്പോൾ വിളിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മൾ അങ്ങനത്തെ ഇപ്പം ഞാൻ ആലോചിച്ച് വെച്ചിരിക്കുന്ന കഥകളിലൊന്നും അങ്ങനത്തെ കഥകളൊന്നും ഇല്ല. ധ്യാൻ എന്തോ പറഞ്ഞു വിട്ടിരിക്കുന്നതാന്ന് തോന്നുന്നു നിങ്ങള്. മൊത്തത്തിൽ 15 പ്രാവശ്യം കണ്ട് ധ്യാൻ ഞാനും വാദോരാതെ പറയുന്നുണ്ടല്ലോ ധ്യാനിനെ കുറിച്ച്. പിന്നെന്താ, ധ്യാൻ വളരെ നല്ല മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണ് ധ്യാൻ. ഇല്ല, കാര്യമായിട്ട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ധ്യാനിൻ്റെ ഇന്റർവ്യൂസ് കാണാനും. അത് ധ്യാനാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയിലെ നായകൻ, ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയിലെ നായകൻ ധ്യാനാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ സിനിമാ ജേണിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈൽ സ്റ്റോൺസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ റെസ്പെക്റ്റ് ഞങ്ങളുടെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അവൻ ഇങ്ങോട്ടും ഉണ്ട്, എനിക്ക് അങ്ങോട്ടും ഉണ്ട്. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ തമാശ, അത്രയേ ഉള്ളൂ. നമ്മൾ നല്ല സുഹൃത്തുക്കളായിരിക്കുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ കളിയാക്കാനും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുക. അങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്നവരുടെ ഇടയിൽ ഇപ്പോൾ പോയിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അവരങ്ങനെ ഉൾക്കൊള്ളുമല്ലോ. ഇല്ല, ഏറ്റവും സൗഹൃദമുള്ള സ്ഥലത്ത് നമുക്ക് എന്തും പറയാൻ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. അത് കറക്റ്റാണ്. നിങ്ങളുടെ സൗഹൃദം അങ്ങനെ, ഇവരെല്ലാവരും സൗഹൃദം അങ്ങനെയാണ്. അതെ, ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്നത് നിങ്ങളുടെ സൗഹൃദം വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമയിലൂടെ ഇപ്പോൾ ജമോൾ വന്നിട്ട് നിങ്ങൾ രണ്ടുപേരായിട്ടുള്ള സൗഹൃദം വളർന്നു. അതെ, എല്ലാ സിനിമ കഴിയുമ്പോഴും അങ്ങനത്തെ ബന്ധങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നല്ല കാര്യമല്ലേ. വെറുതെ വന്ന് ജോലി ചെയ്തിട്ട് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകുന്നതിനേക്കാളും ആ സൗഹൃദം അവിടെ തന്നെ ഉണ്ടാവുക എന്ന് പറയുന്നതിന് നല്ല കാര്യമല്ലേ. ഡയറക്ഷൻ ഈ വർഷം എന്തായാലും അതിൻ്റെ അനൗൺസ്മെൻറ്റും ബാക്കി കാര്യങ്ങളും വർക്കുകളൊക്കെ തുടങ്ങും. എന്നാ ഉണ്ടാവുക എന്നുള്ളത് മെല്ലെ അറിയിക്കും. അതാണ് എപ്പോഴാണ് റിലീസാവുക എന്നുള്ള കാര്യമൊക്കെ മെല്ലെ പറയാം എന്നുള്ള ഒരു സ്പേസിലാണ് ഉള്ളത്. ഈ വർഷം ഷൂട്ടുണ്ട്? ഈ വർഷം ഷൂട്ട് ഉണ്ടാവില്ല. ഇല്ല, അടുത്ത വർഷം ഷൂട്ടുള്ളൂ അല്ലേ? അങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ ആയല്ലോ. അതൊക്കെ ഞാൻ പറയാന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇല്ല, ആഗ്രഹത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷെ എനിക്കത് പറയാൻ പറ്റുന്ന, അങ്ങനെ ഒരു ഒഫീഷ്യലായിട്ട് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. അതുകൊണ്ട് പറയില്ല. എത്ര ചോദിച്ചാലും പറയില്ല. പക്ഷെ അങ്ങനെ ഒരു സിനിമകൾ ഉണ്ടാകട്ടെ, എല്ലാവരും എൻ്റെ ഭാഗമാകട്ടെ. അവരവർക്കുള്ള കഥാപാത്രം ഉണ്ടെങ്കിൽ ബേസിൽ എന്തായാലും തരും. കഥാപാത്രം ഇല്ലെങ്കിൽ തരാൻ പറ്റില്ല, അത് ഞാൻ ഒന്ന് പറയാണ്. സജിൻ ഇടയ്ക്കിടയ്ക്ക് നോക്കണ്ടല്ലേ, ഉറപ്പുള്ളൊരു എന്നെ കൊണ്ട് പറ്റും വിളിക്കും. ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആകുമ്പോഴേക്കും സജിനൊക്കെ വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ടാവും. അവിടെ കിഡ്നിയും കൊടുത്ത് തികയാതെ കരളൊക്കെ കൊടുത്തു, ബ്രെയിനൊക്കെ കൊടുക്കാൻ. അല്ല, അങ്ങനെ പൊന്മാൻ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ബേസില് നമുക്ക് അവസാനിക്കുന്നത് ബേസിലെ 2 ലൈൻ ഗാനത്തോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. അടുത്തതായി ഗാനസന്ധ്യ ആലപിക്കുന്നത് എന്ത് പാട്ട് പാടാനാ? പിന്നെ ചേടാ, ഞാനാണെങ്കിൽ പറയുകയും ചെയ്തു. അങ്ങനെ ഇന്റർവ്യൂലൊന്നും വന്നിരുന്ന് പാടുക എന്നുള്ളതല്ല. സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾ കാണികളാവണം, നിങ്ങളൊരു കാണിയാണ്. നിങ്ങൾ അവിടെ നിന്ന് കാണികളാണ്. ഈ പടത്തിൽ തന്നെ പാട്ട് പാടാം. ബ്രൈഡാത്തിയേ ബ്രൈഡാത്തിയേ എന്താണ് മണവാട്ടിയേ, ബ്രൈഡാത്തിയേ ബ്രൈഡാത്തിയേ നന്നാന നന്ന മണവാട്ടിയേ. അതെ, ബ്രൈഡാത്തി നല്ല പാട്ട്. ആ പാട്ട് നമ്മളെല്ലാരും കണ്ടോളാം. പിന്നെ ഞാൻ പുതിയത് ഉണ്ടാക്കി പാടുന്നത്. ഞാൻ ഇപ്പൊ തന്നെ കമ്പോസ് ചെയ്ത് വരികൾ എഴുതി അങ്ങ് സാധാരണ ഒരു പാട്ട്. ഇത് നല്ല പാട്ട്, പൊന്മാനിലെ ഏറ്റവും നല്ല പാട്ടാണ്. ഇനി ഒരു 2 ലൈൻ പാടി നമ്മൾ ഇത് അവസാനിപ്പിക്കുന്നു. ഇഷ്ടമുള്ള പാട്ട് പാടുന്നു, ഒരു കുഞ്ഞുണ്ട്. ഇതെന്താ ഈ പാട്ട് പറഞ്ഞു? പിന്നെന്താ, ഇനിയെന്താ വേണ്ടത്? ലളിതഗാനം വേണം. കണ്ണുആശ്രമത്തിൽ ഇന്നലെ ഞാനൊരു കന്യകയെ കണ്ടു, താപസ കന്യകയെ കണ്ടു. സന്തോഷായ? അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്.
ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.